ശക്തമായ മഴയിൽ കുറുമാലിപ്പുഴ കര കവിഞ്ഞു. കരയാമ്പാടത്തെ 100 ഏക്കറോളം നെൽകൃഷി വെള്ളത്തിനടിയിലായി. കനത്ത മഴയും കുറുമാലിപ്പുഴയുടെ ഒഴുക്കിനുണ്ടായ തടസ്സവുമാണ് കൃഷി വെള്ളത്തിലാകാൻ കാരണമെന്ന് കർഷകർ പറഞ്ഞു. കുറുമാലിപ്പുഴയിൽ തോട്ടുമുഖത്ത് വേനലിൽ കെട്ടിയ താൽക്കാലിക മൺചിറ പൂർണ്ണമായി നീക്കാത്തതാണ് വേഗത്തിൽ വെള്ളമുയരാൻ കാരണമായെന്നും കർഷകർ ആരോപിച്ചു. മഴ ശക്തമാവുന്നതോടെ ചിറയുടെ നടുഭാഗം ഒഴുക്കിൽ സ്വാഭാവികമായി തകരുകയാണ് പതിവ്. പുഴയുടെ തീരങ്ങളോട് ചേർന്നുള്ള ഭാഗം പൊളിച്ചു നീക്കാത്തതാണ് ഒഴുക്കിനെ ബാധിക്കാൻ കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു. ഒഴുക്ക് തടസ്സപ്പെടുന്നതോടെ സമീപ പ്രദേശങ്ങളിലേക്കും പാടത്തേക്കും വെള്ളം കയറിയിരുന്നു. ജലനിരപ്പ് താഴാൻ ഉടൻ ചിറയുടെ അവശേഷിക്കുന്ന ഭാഗം നീക്കം ചെയ്യണമെന്നും കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും കർഷക മോർച്ച നേതാക്കളായ കെ രാജ്കുമാർ, അജിതൻ നെല്ലിപ്പറമ്പിൽ എന്നിവർ പറഞ്ഞു. പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്ത് കഴിഞ്ഞ ഒരു 8 വർഷത്തോളമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോടും മെമ്പർമാരോടും നിരന്തരം ഈ വിഷയത്തെ കുറിച്ചിട്ട് നമ്മൾ പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇറിഗേഷൻ വകുപ്പിൻ്റെ തികഞ്ഞ അനാസ്ഥയുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ചിറയുടെ വർഷകാലത്ത് ചിറ പൊട്ടുമ്പോൾ ബാക്കി ഭാഗം അവിടെ നിൽക്കുന്നത് ഈ പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ മനസ്സിലാക്കാം. ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഇത്രയും വലിയ പാടശേഖരത്തിൽ കൃഷി നശിക്കുന്നതും പൊക്കത്തുള്ള കുട്ടോലിപ്പാടം ഭാഗത്ത് വീടുകളിലേക്ക് പോലും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. തോട്ടുമുഖം പമ്പ് ഹൗസ് വഴിയും വെള്ളത്തിൽ മുങ്ങിയതോടെ പമ്പിങ്ങും നിർത്തിവെച്ചു. ഓപ്പറേറ്റർമാർക്ക് പമ്പ് ഹൗസിലെത്താൻ സാധിക്കാത്തതാണ് പമ്പിംഗ് നിർത്താൻ കാരണം.